നമസ്കാരം. പാകിസ്ഥാനെ വിറപ്പിച്ച കൊച്ചിയുടെ സ്വന്തം ഭവ്യ, അല്ല രാജ്യത്തിൻ്റെ തന്നെ സ്വന്തം ഭവ്യ. ഭവ്യയുടെ വാക്കുകൾ നമുക്ക് അല്പനേരം ശ്രവിക്കാം. Regrettably witnessed a travesty this morning. A country run by the military with a global reputation for terrorism, narcotics trade, and transnational crime has had the audacity to attack the world's largest democracy. I speak about the reference to India in the speech of the Pakistani Prime Minister. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രസംഗം ആരംഭിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ആ പ്രസംഗത്തിന് മറുപടിയാണ് ഭവ്യ UN-ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയും ഫസ്റ്റ് സെക്രട്ടറിയും മലയാളിയുമായ എറണാകുളം ആതിരയിൽ റിട്ടയർഡ് BSNL എഞ്ചിനീയറുമായ TK മംഗളോദയൻ്റെയും KN ബേബി റാണിയുടെയും ഏക മകളായ ഭവ്യ മറുപടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന വാക്കുകളാണ് ഭവ്യ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ഭവ്യ ചുമതലയേറ്റത്. 3 വർഷമാണ് ഈ കാലാവധി. കഴിഞ്ഞ ദിവസം UN പൊതുസഭയിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് കാശ്മീർ പ്രശ്നം എടുത്തിട്ടുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയത്. കാശ്മീരിൽ ഹിതപരിശോധന നടത്തണം, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ചാലേ സമാധാനം പുലരൂ എന്നൊക്കെയായിരുന്നു ഷഹബാസ് ഷെരീഫിൻ്റെ പ്രസംഗം. ഈ പ്രസംഗത്തിനാണ് ഭവ്യയുടെ ചുട്ട മറുപടി കൊടുക്കുകയും ലോക ചടുലമായ വാക്കുകൾ കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിക്കാനുണ്ടായ സാഹചര്യം. ഇങ്ങനെയാണ് ആ പ്രസംഗത്തിന് ഭവ്യ മറുപടി കൊടുത്തത്. ലോകമെങ്ങും ഭീകരാക്രമണങ്ങളിലും മയക്കുമരുന്ന് കടത്തിലും പാകിസ്ഥാന് പങ്കുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നു. കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് വരെ അട്ടിമറിക്കാൻ ശ്രമിച്ചു നോക്കി. ഈ നില തുടർന്നാൽ പ്രത്യാഘാതം കനത്തതായിരിക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഭവ്യ ഈ വാക്കുകൾ കൊണ്ട് അവിടെ പറഞ്ഞിരുന്നത്. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് അതിന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഭവ്യയുടെ ഈ ലോകശ്രദ്ധ ഭവ്യയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഭവ്യയുടെ ചരിത്രം ഭവ്യയുടെ കാലഘട്ടം, വിദ്യാഭ്യാസ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 2015 IFS നേടിയ വിദ്യാർത്ഥിയാണ്. റഷ്യയിലെ ഇന്ത്യൻ എംബസിയിൽ 3rd സെക്രട്ടറി ആയിട്ടാണ് ആദ്യമായിട്ട് നിയമനം കിട്ടുന്നത്. ഇതിന് ധൈര്യം കിട്ടാൻ നമുക്ക് മനസ്സിലാക്കാതെ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. കേന്ദ്രീയ വിദ്യാലയത്തിൽ മാതാപിതാക്കളിൽ നിന്നും മാറി നിന്ന് സ്വന്തമായിട്ട് വിദ്യാഭ്യാസം ചെയ്തു വന്ന ആ ധൈര്യമാണ് ഭവ്യ ഇന്ന് UN-ൽ അവിടെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ആ സമയത്ത് മറുപടി കൊടുത്തത്. നമുക്കറിയാം, ഉന്നത പദവികളെത്തുന്ന കേന്ദ്ര മന്ത്രിമാരാവട്ടെ, സംസ്ഥാനത്തുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാവട്ടെ, പലരും ഉയർന്ന പദവിയിലിരുന്നാൽ മീഡിയയുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റൊരാൾ ചോദിച്ചാൽ അവരെടുത്തൊരു ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുന്ന സാഹചര്യമാണ്. ആ പദവി സംരക്ഷിക്കുകയാണ്. ആ വർഷം എത്ര വർഷമാണോ ആ പദവികൾ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇത്തരം പദവികൾ നോക്കാതെ എന്താണോ ആ പദവിയിലിരിക്കുന്ന ആ പദവിയുടെ മഹത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കതായ മറുപടിയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. 2015 IFS നേടിയെങ്കിലും കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പഠിച്ചിരുന്നെങ്കിലും പിന്നീട് കൊല്ലം TK എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സിൽ BTech-ഉം ഡൽഹിയിൽ IIT-യിൽ നിന്നും MTech-ഉം നേടി. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടാണ് IFS നേടിയത്. ഈ IFS നേടി അതിനുശേഷമാണ് ഇത്തരം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ UN സെക്രട്ടറി ആയിട്ടൊരു നിയമനം കിട്ടുന്നത്. ഈ കാലാവധിക്കുള്ളിൽ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയിലാണ് ഇത്തരത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് നാളത്തെ വാർത്തയ്ക്ക് ഇന്ന് പരസ്യം ചെയ്തുകൊണ്ട് സിനിമ സീരിയൽ നടിമാരുടെയും പീഡന കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ അൻവറിന്റെ വീര കഥകൾ മണിക്കൂറുകളോളം ലൈവിൽ കൊടുത്തുകൊണ്ടും ജനങ്ങളെ ആകർഷിക്കുക എന്നതേ ഉള്ളൂ ഇത്തരം വാർത്തകൾ. എന്താണ് ഐക്യരാഷ്ട്രസഭ, എന്തിനു വേണ്ടി സംസാരിച്ചു, രാജ്യത്തിന് എന്താണ് സംസാരിച്ചത്, ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ എന്തിനാണ് മറുപടി പറഞ്ഞത്, അതുകൊണ്ടുള്ള ഇന്ത്യക്കുള്ള നേട്ടമെന്നാൽ ലോകരാജ്യങ്ങൾ ഇത്തരം ധൈര്യപൂർവ്വം സംസാരിക്കാനുള്ള നേട്ടങ്ങൾ എന്താ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ജനങ്ങൾ കേരളത്തിൽ കേരളത്തിൽ ജനങ്ങളെ മനസ്സിലാക്കിക്കാനോ ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളൊന്നും തന്നെ അതിന് മെനക്കെടുന്നില്ല, മുതിരുന്നില്ല, അതിനവർക്ക് താല്പര്യമില്ല. എന്തു തന്നെയാലും ഈ വാർത്തയും നമ്മുടെ കേരളത്തിനും അഭിമാനിക്കാം, ഇന്ത്യക്ക് അഭിമാനമായ ഭവ്യയുടെ ഈ തൻ്റെ ഇടത്തെയും ഇതിനെ കരുതലിനെയും നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് മാത്രം ഈ വാർത്ത നിങ്ങളുടെ മുമ്പിൽ അറിയിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.